Hello guys, welcome back to our YouTube channel. This is me Dia and now you're watching Live and Live. സോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നത്. കുറേ കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ഇടുകയാണ്. ഇത്രയും കാലം ഞാൻ ഒരു ഷോർട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇതൊരു മൈക്ക്, ഇയർഫോൺസിൻ്റെ മൈക്ക് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഫാൻ ഉള്ളതുകൊണ്ട് സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ ഇൻട്രോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ രാവിലെ തന്നെ ഇൻട്രോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ക്ലാരിറ്റിയിലും ഭയങ്കര ആക്റ്റീവായിട്ടൊന്നും കേൾക്കില്ല, അതുകൊണ്ടാട്ടോ അങ്ങനെ. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ടുള്ള ലുക്കിൽ തന്നെ ഞാൻ ആ പൂച്ചക്കുട്ടീനൊക്കെ എടുത്തിട്ട് 2 വീഡിയോസ് എടുത്തു രാവിലെ. പിന്നെ അതുകൊണ്ട് ഞാൻ പാല് കുടിച്ചു, പിന്നെ ഫുഡ് കഴിച്ചു. അതൊക്കെ അടുത്തടുത്ത സമയങ്ങളിലായിരുന്നു. പെട്ടെന്ന് ഞാൻ ക്ലിപ്പിങ്സ് എടുത്തായിരുന്നു, വോട്ടേജിൻ്റെ ഇടയ്ക്ക് വേണ്ടി ഇട്ടതായിരുന്നു. ഹലോ ഗായ്സ്, അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ കണ്ടൻറ്റും ഇന്നൊക്കെ എന്തൊക്കെ ഇട്ടു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതുവരെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമായിരുന്നു. ഞാൻ വലിയ മൂഡിലായിരുന്നില്ല സംസാരിക്കാൻ, അതുകൊണ്ടാണ് ഇപ്പം തന്നെ സംസാരിക്കുന്നത്. എൻ്റെ മൈക്ക് എൻ്റെ സൗണ്ട് ഇവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഫാൻ ഇടാണ്ടിരിക്കാൻ പറ്റില്ല. ഫാൻ്റെ സൗണ്ട് പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ ഈ ഇയർഫോൺസിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ട് സംസാരിക്കുന്നത്. ഇതിങ്ങനെ ചെവിയിൽ വെക്കാനാണെങ്കിൽ കുറച്ചും കൂടി സുഖമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കാം, കുറച്ചുകൂടി കേൾക്കാൻ ക്ലാരിറ്റി ഇതായിരിക്കും. സോ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഇതൊക്കെയാണ് വിശേഷം. ഇന്ന് സൺഡേ ആണ്. ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് വർക്ക്സൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഇത് എഴുതി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബുക്ക് പൊതിയാൻ. പിന്നെ എന്നെ ബാക്കിയുള്ളതൊക്കെ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇനി മിക്കവാറും വോയിസ് ഓവേഴ്സ് ആയിരിക്കും, അല്ലാണ്ട് മാക്സിമം റിയൽ വോയിസിൽ വീഡിയോ ചെയ്യാൻ നോക്കാം. പിന്നെ ഗേസ്, ഞാൻ കുറച്ച് നേരം എൻ്റെ ടേബിളിൻ്റെ പിന്നിലുള്ള ബോളിൽ തന്നെ ഞാൻ ഓരോന്നൊക്കെ ചെയ്തതൊക്കെ കാണിച്ചതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ലാപ്ടോപ്പിൽ തംബ്നെയിൽസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഏതോ ഒരു ലോകത്തായിരുന്നു, വീഡിയോ വെച്ചിട്ടുണ്ടെന്ന് തന്നെ മറന്നുപോയി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഓർമ്മ വന്നപ്പോൾ ഞാനൊരു യോന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂച്ചക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു ലോകത്തിലായിരുന്നു. അപ്പം ഞാൻ ഓർമ്മ വന്നു, അപ്പോൾ ഞാൻ കുറച്ച് യോന്നൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്തു കേട്ടോ ഗൈസ്. 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് നോക്കിയപ്പോഴാണെങ്കിൽ മഴ ഉള്ള ഒരു അന്തരീക്ഷമായിരുന്നു, അതായത് മഴ മൂടി നിൽക്കുന്നൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. അത് ഞാൻ ഡാൻസിന് പോയി വന്നു കേട്ടോ, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പം എൻ്റെ മടിയിൽ കയറി ഇരിക്കാൻ ബാക്കി എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോഴേക്കും എൻ്റെ പൂച്ചക്കുട്ടി വന്നിരുന്നു എൻ്റെ മടിയിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫോണിലൊരു തംബ്നെയിൽ എഡിറ്റിങ്, എൻ്റെ ഒരു ക്യാപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അതിൽ വന്ന് കളിക്കാൻ നിന്നു. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ കൂടെ കളിക്കാൻ തന്നെ ഇരുന്നിരുന്നു. ഇത് ഒരു നാടൻ പൂച്ചയുടെ കുട്ടിയാട്ടോ, സ്നോബലിൻ്റെ അല്ല. സ്നോബൽ വീട്ടിലുണ്ട്, പക്ഷേ ഇത് നാടൻ പൂച്ചയുടെ കുട്ടിയാണ്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് നേരം പിന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കളിക്കാൻ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു ഇൻഫിനിറ്റ് പെയിൻറ്ററിലൊക്കെ ചിത്രമൊക്കെ വരച്ചിട്ട് കളിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം അതിൻ്റെ കൂടെ സമയം പോയത് അറിഞ്ഞതില്ല. ഓരോന്നൊക്കെ അടിച്ചിട്ട് അമർത്തിയിട്ടൊക്കെ കളിച്ചിട്ട് ആപ്പിൻ്റെ സെറ്റിങ്സ് കേട് വന്ന് പോയി, കൈ വെച്ചെന്നാണ്ടല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കളിച്ചു. അത് കുറച്ച് നേരം എൻ്റെ കൈയൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് വീണ്ടും ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എഡിറ്റിങ്ങിന് നിന്നു. ഇപ്പോൾ ഇതാണ് കേട്ടോ മെയിൻ പണി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദിസ് ബൈ ഫ്രം ദിയ. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ദിവസം എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച്. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഇനിയുള്ള വീഡിയോസിനുള്ള റിക്വസ്റ്റൊക്കെ താഴെ കൊടുത്തോളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ടാറ്റാ.